പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 ദിവസമായി എൻ്റെ ഈ കാല് ഭയങ്കര വേദന. ഉച്ചവരെ പണി ചെയ്തിട്ട് മുണ്ടാണ്ട് വന്നു. വാദം വരുമോ എന്താ എൻ്റെ കാലിൽ. പഠിച്ചോൻ എന്നെ തളർത്തുവോ റബ്ബേ. ഒരുപാട് വേദനകളും വരുത്തങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ച് ഞാനൊക്കത്തും എല്ലാ കടമ്പകളും താണ്ടി 30 കൊല്ലമായി. എല്ലാ കടമ്പകളും താണ്ടി എൻ്റെ ദുഃഖവും സങ്കടവും വിഷമവും എല്ലാം കഴിഞ്ഞ് ഞാൻ എല്ലാം തളരാണ്ട് നിന്നതാണ്. എന്തുകൊണ്ട് എൻ്റെ ഈ കൈയും കാലും മുടങ്ങാണ്ടിരുന്നാൽ എനിക്ക് എന്തെങ്കിലും ചെയ്ത് ജീവിക്കാമല്ലോ. ഇത് 2-3 ദിവസം എനിക്ക് കാല് വേദന. നടക്കുമ്പോൾ വാദം വന്നിട്ട് നടക്കും പോലുണ്ട്. ഈ നരമ്പണ്ണ തേച്ച എനിക്ക് മാറണതാണ്. ഇപ്പം മാറണില്ല. എനിക്ക് 4-5 ദിവസമായി ബാത്റൂമിൽ ഇരിക്കാൻ പറ്റണില്ല. അല്ലാ റബ്ബേ, എന്നെ പരീക്ഷിക്കണ്ട അല്ല, എന്നെ തളർത്തല്ലേ റബ്ബേ, തളർത്തല്ല അല്ല. ഞാൻ എന്ത് വന്നാലും ഞാൻ തളരാണ്ട് നിന്നാണ്. എന്താ പറഞ്ഞാൽ എനിക്ക് എൻ്റെ കൈയും കാലും എൻ്റെ നാവും ഉണ്ടല്ലോ, എനിക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറഞ്ഞു ഇത്രയും കാലം ഞാനങ്ങനെ തളരാണ്ട് പിടിക്കാണ്ട് ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വന്നു. റബ്ബ് എന്നെ പരാജയപ്പെടുത്തുവോ? അല്ലാഹുവേ, തളർത്തണ്ട. എൻ്റെ കാല് വേദന എത്രയും പെട്ടെന്ന് മാറ്റിത്തരണേ. എല്ലാ ആഴ്ചയും തിരുവത്തപ്പള്ളി സലാത്തിന് പോണ കാലമാണ്. അങ്ങനെ നടന്നാൽ ഞാൻ അങ്ങനെ സലാത്തിന് പോകും, അങ്ങനെ ഞാൻ പണിക്ക് പോകുന്നു. ഉച്ചവരെ പണി ചെയ്തിട്ട് വന്നു. കണ്ടൊക്കെ നല്ല പൂന്തൽ, കാലാണെങ്കിൽ അങ്ങനെ മോട്ടറി വിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്ത് വന്നാലും ഞാൻ തളരാണ്ട് നിന്നാണ്. എൻ്റെ ഈ കയ്യും കാലും ഉണ്ടല്ലോ, കയ്യും കാലും കൊണ്ട് എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് തളരാണ്ട് പിടിക്കാണ്ട് മനസ്സ് വിടാണ്ട് നിന്നാണ്. അല്ലാതെ എന്നെ തളർത്തല്ലേ റബ്ബേ, കൈ വഴിയല്ലേ, പരാജയപ്പെടുത്തണ്ട അല്ല. എൻ്റെ കൈയും കാലും മുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ ജീവിക്കും? തളർത്തല്ല അല്ല, എന്നെ പരാജയപ്പെടുത്തല്ല റബ്ബേ, കൈവിടല്ലേ. സ്വത്ത് മുതലില്ലെങ്കിലും കൈയും കാലിലും കുഴപ്പമില്ലാണ്ടിരുന്നാണ് ഇതുവരെ. എനിക്ക് ഒരാഴ്ചയായി കാല് നല്ല വേദന, മുട്ടിന് കിട്ട്. നടക്കുമ്പോൾ വാദം വന്നിട്ട് നടക്കുമ്പോൾ കാല് വലിക്കാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ പോകാൻ പൈസയും ഇല്ല. ഹോസ്പിറ്റലിൽ പോയി 1000-500 റുപ്യ ആകും, പണമില്ല. ജീവിച്ചു പോണത് ആരാ പറഞ്ഞ പോലെ. അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള വയ്യായങ്ങളും വരുത്തങ്ങളും വന്ന് എന്ത് ചെയ്യും? അല്ലാ റബ്ബേ, പേടിയാകുക ചെയ്യുന്നു. ഇപ്പം തന്നെ ഞാൻ കൈയും കാലും തളർന്നും കൊണ്ട് വാദവും വന്നും കൊണ്ട് ഇരുന്നാണ്. എന്തായിരിക്കും എൻ്റെ സ്ഥിതി? എന്താ ഞാൻ ചെയ്യുക? അല്ലെങ്കിൽ എണ്ണ ഒരു പൊട്ട് തേച്ചാൽ മതി, ചെറുക്കനെ മാറും. ഇപ്പോൾ മാറുന്നില്ല എന്ന്. ബാത്റൂമിൽ ഇരിക്കാൻ പറ്റില്ല. ബാത്റൂമിൽ ഇരുന്ന് ഇന്നലെ പിന്നാക്കം ഇങ്ങനെ വീഴാൻ പോയി. കളവരിക്കാൻ പോകുക. അവിടെ പോയി ഉച്ചവരെ കളവരിച്ചുള്ളൂ. കണ്ടത്തി പോകുന്നതിൽ കൊണ്ട് നടക്കാൻ കിട്ടണില്ലേ, എന്താണ്ട് വന്നു. ഇന്നലെ തട്ടിയടിച്ച് വരാൻ പോയി. കണ്ടത്തി പോകുന്നതിൽ കൂടെ നടക്കേണ്ടതുകൊണ്ടാണ് തട്ടിയടിച്ച് വരാൻ പോയി. ആദ്യം കോണിയപ്പടിയൊക്കെ കയറി ഇറങ്ങിയിട്ടാണ് തോന്നുന്നു കൂടുതലായി. അല്ലാഹുവേ റബ്ബേ, പരീക്ഷിക്കില്ല അല്ല, കൈ വഴിയുണ്ട് അല്ല. എൻ്റെ കാര്യവേദന മാറാൻ വേണ്ടി എൻ്റെ വീഡിയോ കാണുന്നത് എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യും. എനിക്ക് സ്വത്ത് മുതലൊന്നും വേണ്ട. സ്വത്ത് മുതലൊന്നും എനിക്ക് ആഗ്രഹവും ഇല്ല. എനിക്ക് കൈയും കാലും മുടങ്ങാണ്ട് എൻ്റെ മക്കൾക്കും ഒരു കേടുമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കണം. അരക്കഞ്ഞി കുടിച്ചിട്ടെങ്കിലും ഇരിക്കുക. അതിനോട് കുറച്ച് സ്വത്ത് വേണം, മുതൽ വേണമെന്നൊന്നുമില്ല. അതൊക്കെ ഞാൻ മൺമറിഞ്ഞ് പോയി. കൈയും കാലും മുടങ്ങി അങ്ങനെ ജീവിക്കും. നടക്കുമ്പോൾ വാദം വന്നിട്ട് നടക്കില്ല. അതുപോലെ കാലിങ്ങനെ വലിക്കുകയാണ്. ഇപ്പോൾ തോന്നിയ പോലെ ഇങ്ങനെ അടുത്ത് സ്റ്റെപ്പ് കയറാനൊന്നും കിട്ടണില്ല.
തുണി ഉണങ്ങാൻ മുകളിൽ പോകാൻ പറ്റണില്ല, ഇറങ്ങാൻ പറ്റണില്ല. എന്നാൽ പച്ചക്കറിയൊക്കെ വെച്ച് 2 നേരം നനയ്ക്കാനും പൊടിയിടാനും വളമിടാനൊക്കെ കയറിയവളാണ്. പച്ചക്കറി കായ്ക്കാൻ തുടങ്ങിയപ്പോൾ വലിക്കാനും വയ്യ, കയറാനും വയ്യ, ഒന്നിനും വയ്യ. അള്ളാഹു എന്നെ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കണം. എന്താണാവോ, ഞാൻ അറിഞ്ഞോ അറിയാതെ ഒരു പാവം ചെയ്തിട്ടില്ല. എന്നെ തളർത്തണ്ട അല്ലാ.